2025 മെയ് 12 നിർണായകമായൊരു ദിനമായിരുന്നു. 2017 മുതൽ തിരുവനന്തപുരം നന്ദൻകോട്ടെ ബെയിൻസ് കോമ്പൗണ്ട് ഒരു പ്രേതാലയത്തിന് സമാനമായി മാറിയിരുന്നു. കേതൽ ജൻസൺ രാജ കൊന്നു കത്തിച്ചത് 4 മനുഷ്യരെ. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ കൊലയാളിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചതും ഇതേ 2025 തന്നെ. ഏപ്രിൽ 8 രാത്രി. ആ രാത്രിയിൽ തിരുവനന്തപുരം നഗരവാസികൾ പുറത്തുവന്ന വാർത്ത കേട്ട് ഞെട്ടി. നന്ദൻകോട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കഴിയുന്ന അതീവ സുരക്ഷാ മേഖലയിൽ ഒരു വീട്ടിൽ കത്തിക്കരിഞ്ഞ 4 മൃതദേഹങ്ങൾ. മരിച്ചത് ഡോക്ടർ ജീൻ പത്നയും ഭർത്താവും കോളേജ് അധ്യാപകനുമായ രാജാ തങ്കവും മകളും ഡോക്ടറുമായ കരോളിനും ബന്ധുവായ ലളിത ജെയിനുമാണെന്ന് തിരിച്ചറിഞ്ഞു. വീടിന് തീപിടിച്ചുണ്ടായ അപകടമരണമെന്നായിരുന്നു പോലീസ് കരുതിയത്. വീടിന് തീപിടിച്ചെന്ന അറിയിപ്പ് കേട്ടെത്തിയ ഫയർഫോഴ്സാണ് വീട്ടിൽ ആദ്യം കടന്നതും മൃതദേഹങ്ങൾ കണ്ടതും. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആ വീട്ടിൽ കത്തിക്കരിഞ്ഞു കിടന്ന 5ാമത്തെ ശരീരമെന്ന് കരുതിയ വസ്തു കേവലം ഡമ്മിയാണെന്ന് തിരിച്ചറിഞ്ഞു. കുടുംബത്തിലെ 5ാമനെ കാണാനില്ലെന്നും പോലീസ് തിരിച്ചറിഞ്ഞു. അതായിരുന്നു കേതൽ ജൻസൺ രാജ, രാജാ തങ്കത്തിന്റെയും ജീൻ പത്മയുടെയും മകൻ. ചെന്നൈയിലേക്ക് കടന്ന കേതൽ തിരിച്ചെത്തും വഴി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസിന്റെ പിടിയിലായ ശേഷം കേതൽ ആദ്യം പറഞ്ഞത് താൻ സ്ഥലത്തില്ലായിരുന്നുവെന്നും വീട്ടിലെ ദാരുണ മരണം വാർത്തയിലൂടെ അറിഞ്ഞ് നാട്ടിലെത്തിയതാണെന്നുമാണ്. ആ 27-കാരന്റെ ശരീരത്തിലെ പൊള്ളലേറ്റ പാടുകൾ പോലീസിനോട് വിളിച്ചു പറഞ്ഞു ഈ പറഞ്ഞത് കള്ളമാണെന്ന്. ഉടൻ മറ്റൊരു വാദം, താൻ ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യാറുണ്ടായിരുന്നു, ശരീരത്തിൽ കടന്ന ഏതോ ആത്മാവാണ് തന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചതെന്ന്. മനോരോഗ വിദഗ്ധൻ 2 മണിക്കൂർ സമയം കേതലുമായി സംസാരിച്ചതോടെ ആ കള്ളവും പൊളിഞ്ഞു. രക്ഷയില്ലാതെ വന്നപ്പോൾ കേതൽ പറഞ്ഞു സ്വന്തം മാതാപിതാക്കളെ അടക്കം വകവരുത്തിയ ആ ഹീനകൃത്യം എങ്ങനെയെന്ന്. 2017 ഏപ്രിൽ 5-നും 6-നുമാണ് സ്വന്തം വീട്ടിലുണ്ടായിരുന്നവരെ പ്രതി കേതൽ ജൻസൺ രാജ കൊലപ്പെടുത്തിയത്. ഓരോരുത്തരെയായി വിളിച്ചു വരുത്തി അവരിലുള്ള വിശ്വാസം മുതലെടുത്തുകൊണ്ടായിരുന്നു പ്രതിയുടെ ഹീനമായ കൊലപാതകം. കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്തതിന് ശേഷം 5-ാം തീയതി രാവിലെ അമ്മയെ വിളിച്ചിട്ട് താൻ ചെയ്തിട്ടുള്ള വർക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ച് വളരെ സ്നേഹത്തോടു കൂടി കൊണ്ടുവന്ന് ഇരുത്തിയതിന് ശേഷം ഓൺലൈൻ വഴി താൻ വാങ്ങിയ മഴ ഉപയോഗിച്ചിട്ട് അവരെ കഴുത്തിൽ അവരുടെ തലയിൽ മുറിവേൽപ്പിക്കുന്നു. അതിനുശേഷം അവരെ അവിടെ ഒളിപ്പിച്ചതിന് ശേഷം ബോഡി അവിടെ ഒളിപ്പിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം അച്ഛനെയും സഹോദരിയെയും അതേ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം താഴെയുള്ളവരടുത്ത് വരുന്നവർ പറയുന്നത് അവരെല്ലാം പുറത്തു പോയിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നീട് അമ്മുമ്മയുടെ അനുജത്തിയെ, അവരെ ഒരു ബ്ലൈൻഡായിട്ടുള്ളൊരു ലേഡിയാണ്, അവരെ അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെയും പ്രകാരം ചെയ്തതിന് ശേഷം ബാത്റൂമിനകത്ത് ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കി കെട്ടി പെട്രോൾ കത്തിക്കാനായിട്ട് വെച്ചിട്ട് ബാക്കി 3 പേരെയും ബേൺ ചെയ്തതിന് ശേഷം അയാൾക്ക് സമയം കിട്ടിയില്ല മൊത്തത്തിൽ. അപ്പോൾ അതിനെനിക്ക് തീ ആളിപ്പടർന്നു. അപ്പോൾ അതിനകത്തുള്ള രക്ഷപ്പെട്ടു പോയി. അങ്ങനെയാണ് ഒരു ബോഡി കത്താതെ വന്നു. കൊലപാതകം നടത്താൻ ഉപയോഗിച്ചത് സ്റ്റാൻലി കാർപ്പൻറ്റേഴ്സ് സാക്സിന്റെ 2 കോടാലികളാണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഇവ വാങ്ങിയത്. കൊലപാതക രീതി പഠിച്ചത് സോംബിസ് ഗോബു എന്ന വീഡിയോ കണ്ട്. തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന വീഡിയോയിലെ അതേ രീതിയാണ് കേതൽ സ്വന്തം മാതാപിതാക്കളുടെയും സഹോദരിയുടെയും ജീവനെടുക്കാൻ അവലംബിച്ചത്. മൃതദേഹങ്ങൾ കത്തിച്ച ശേഷം വീടിന് തീപിടിച്ചുണ്ടായ അപകട മരണങ്ങൾ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു കേതൽ ജൻസൺ രാജയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നെല്ലേമുരുകനൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.